Oh shit. Can you help, please? Pallavi. ഞാൻ പല്ലവി ദേവ. എന്താ പേര്? തന്റെ ചെവിക്ക് വല്ല കംപ്ലൈന്റ് ഉണ്ടോ? പേരെന്താടോ? എന്താ പേരില്ലേ? പേരുണ്ട്. പിന്നെന്താ? സ്വന്തം പേര് പറയാൻ എന്തിനത്ര ആലോചിക്കുന്നേ? പാണ്ഡേശ്വരൻ രാജ്. എന്ത് പേര്? പാണ്ഡേശ്വരൻ രാജ്. എന്ത് പേരാടോ ഇത്? ഇതിലും പേരെന്താ പറയാതിരിക്കുന്നായിരുന്നു. പാണ്ഡേശ്വരം രാജ്. ഒരുമാതിരി കൊള്ളക്കാർക്കൊക്കെ ഇടുന്ന പോലെ ഉണ്ട്. ഇനി താമല കൊള്ളക്കാരനോ മറ്റോ ആണോ? കൊള്ളക്കാരനൊന്നും ആയിരിക്കില്ല. ആണോ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ? ഈ പേര് എവിടെയോ കേട്ട പോലെ. എവിടെ വെച്ചാ തന്നെ കണ്ടേക്കുന്നത്? ഇപ്പൊ ഓർക്കുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കൂ പ്ലീസ്. മറന്നു പറഞ്ഞില്ലേ? തന്നെ എവിടെ ഡ്രോപ്പ് ചെയ്യണ്ടേ? ഞാൻ ടൗണിലേക്കാ. ആ വഴിക്കാണോ? ഞാനും ടൗണിലേക്കാ. ടൗണിലെവിടെ? ടൗണില് എടോ വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എവിടേക്കാ പോണ്ടേ? ബസ് സ്റ്റാൻഡില്. ഓ, ഏത് ബസ് സ്റ്റാൻഡ്? ഈ ബസ്സൊക്കെ നിർത്തുന്ന. അതല്ലടോ. തനിക്ക് നാട്ടിൽ പോവാനാണോ അതോ സിറ്റിയിൽ എവിടെയെങ്കിലോ? നാട്ടിൽ പോവാൻ. ഓ ഓക്കെ. അപ്പൊ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡ്. താ നാട്ടിലെവിടെയാ? എനിക്ക് വിശക്കുന്നു. എന്താ? എനിക്ക് തിന്നാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരൂ. ഓക്കെ രാജ്, ഇവിടുന്ന് നേരെ പോയി തേർഡ് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡിൽ പോയി കയറാം. ഹാർഡ്ലി 5 minutes walk. ഓക്കെ, നൈസ് മീറ്റിംഗ് യു. ചോദിക്കാൻ മറന്നു, രാജ് എന്താ ഇവിടെ? എനി ഇന്റർവ്യൂസ്? എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം കളഞ്ഞുപോയി. അതും തപ്പി ഇറങ്ങിയതാ. ഓ, എന്താ കളഞ്ഞു പോയത്? എന്താ പോയതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ സാധനം കണ്ടുപിടിക്കണം. ഗുഡ്. ഓക്കെ, ബൈ. ഓക്കെ. ഞാൻ പറഞ്ഞല്ലേ സിദ്ധാർത്ഥ്, മോർണിംഗ് ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ ഞാൻ അതിലുണ്ടാവും. ഹിയർ ഈസ് യുവർ ഏഞ്ചൽ. തമാശ കളിക്കാൻ സമയമില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോറി, എനിക്ക് ആളെ മനസ്സിലായില്ല. ആരാ? മാൻ, പല്ലവി. പല്ലവി ഹൂ? This is unbelievable. I'm your husband now? Damn! Are you stupid?
ഏതോ ഒരാൾ ഞാനാണെന്ന് വിളിച്ചാൽ അത് ഞാനാണെന്ന് വിശ്വസിക്കൂ? ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങോട്ടാ വിളിച്ചത്. What? നമ്പർ അന്ന് തന്ന ഓട്ടോഗ്രാഫ്. Whatever. അതെന്റെ നമ്പറാണ്, താൻ അങ്ങ് ഉറപ്പിച്ചു. Damn. ഡോ, താൻ എന്താണോ വിചാരിച്ചേ? വഴി കാണുന്ന പെമ്പിളാർക്കും കൂടെ നമ്പർ കൊടുത്ത് നടക്കുന്ന ഫ്ലേർട്ടാണ് ഞാനെന്ന്. You know what you mistaken? Alright? ബട്ട് ഹൗ? എനിക്കൊരു ഡൗട്ട് പോലും തോന്നിയില്ലല്ലോ. അതെ, അതെങ്ങനെ തോന്നും? അതിനെ തലക്കാത്ത കുറച്ച് മൂള കാണാം, അല്ലാണ്ട് പിന്നെ. What? Is it my signature? Okay, listen. I'm Pallavi Deva. And you're Siddharth. Original? Yeah. So, നമുക്ക്, you know, shall we start again? What? Are you mad? Listen, Pallavi. താൻ എൻ്റെ ഒരു ഫാനാണെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിക്കാത്തത്. അല്ലെങ്കിൽ ഇത് മാത്രം മതി താൻ അകത്താക്കാൻ. എന്നെ പോലത്തെ സെലിബ്രിറ്റീസും തന്നെ പോലത്തെ ഫാൻസ് വലിയ ഹെഡേക്ക് ആണോ? സിദ്ധു, Yeah, baby. Shit! Baby! Hi. Hey, meet Gopal, my boyfriend. who is she, Sidhu? Hey, baby! What is she doing here? She's Pallavi. She just വീട് മാറി കയറിയതാ. പാവം. Oh, is it? Huh? What's this? Shit. It's not what you think it is. Oh, I swear to God. Cheat. No, baby. I swear to God. I don't baby, want I love you. any I love you. explanation. Baby, don't say that. You baby, can live please. with her. Baby, listen. Baby, let me. I am leaving. Baby, I am baby, leaving. please. Listen, let me. No. This is why I hate girls. Baby, listen to me, please. I swear to God, I love you. Please. പല്ലവി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ നാണം കെട്ടിട്ടില്ല. ആ വീട്ടിലേക്കുള്ള എന്റെ എൻട്രി ഒക്കെ നീ ഒന്ന് കാണുമായിരുന്നു. ഓ, ആലോചിക്കുമ്പോ തന്നെ തൊലി ഉരിക. അവനെ വിളിച്ചില്ലേ, നിന്നെ ഫോൺ ചെയ്ത് പറ്റിച്ചവനെ? അവന്റെ ഫോൺ ഓഫാ, അതൊന്നും ഓൺ ചെയ്യട്ടെ, തീർക്കും ഞാൻ അവനെ. പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ? എന്റെ അമ്മേ വേണ്ട, ഇനി അവര് കൂടി എന്നെ കളിയാക്കി കൊല്ലും. പിന്നെ ദയവ് ഇത് നീ ആയിട്ട് ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, നീ അത് വിട്. കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് പ്രശ്നങ്ങൾ കൂടിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുണ്ടാവണമല്ലോ. എന്താണാവോ? അപ്പ ഇന്നലെ എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചത് എന്റെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാനാ. ശിവയായിട്ട്. ആ, അവൻ തന്നെ, ആ തലിപ്പൊളി. എനിക്ക് ഇപ്പൊ ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ട് ദൈവം ഇതിനെ കൂടി എവിടുന്നോ ഇമ്പോർട്ട് ചെയ്ത് തന്നിരിക്കുക. എന്നിട്ടെന്താ, കൊന്നാലും സമ്മതിക്കില്ല എന്ന് ഞാൻ. എല്ലാരും കൂടി ചുറ്റും നിന്ന് നിർബന്ധിച്ചിട്ടും ഞാൻ അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ അപ്പ എന്റെ വീക്ക്നെസ് കയറി പിടിച്ചു. അതെന്തോന്ന്? എന്റെ ഷെയർ അവനെ കെട്ടിയില്ലെങ്കിൽ ഒരു ചില്ലി കാശ് പോലും തരില്ല എന്ന്. അവസാനം നിവർത്തിയില്ലാതെ ഈ സിദ്ധാർത്ഥമായിട്ടുള്ള എന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞു. ഫാമിലിയുടെ അന്തസ് തൊലച്ചല്ലോ എന്ന് പറഞ്ഞ് ഫുൾ തെറിവിളിയും കൂട്ടക്കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അവസാനം സിദ്ധാർത്ഥനെയും കൊണ്ട് ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. നീ മൊത്തം കൊളാക്കിയില്ലേ? എടി ഒരു മിനിറ്റ്, ശ്വേത വന്നു തോന്നുന്നു, ഞാൻ വിളിക്കാം. ശ്വേത, മറ്റൊരു വാർത്തയിലേക്ക്. കുപ്രസിദ്ധ കുറ്റവാളി പാണ്ഡേശ്വരം രാജ് ജയിൽ ചാടി ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാൻ കഴിയാത്തത് മഹാരാഷ്ട്ര പോലീസിന് തലവേദനയാകുന്നു. ഒരു മലയാളി നഴ്സ് ഉൾപ്പെടെ 7 പേരെ പീഡിപ്പിച്ച കേസിൽ പോലീസ് പിടിയിലായ പാണ്ഡേശ്വരം രാജ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് യേർവാഡ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത്. ജയിലിനുള്ളിലെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും മറ്റാരുടെയും സഹായമില്ലാതെയാണ് പ്രതി ജയിൽ ചാടിയത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനമായ കർണാടകയിലേക്ക് പ്രതി രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർണാടക പോലീസും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് അവരെ പീഡിപ്പിച്ച്
കടന്നു കളയുന്നതിൽ വിദഗ്ധ